ഇപ്പോൾ ആർ നാസർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CPM-ന്റെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം. ഒക്ടോബർ 27 വലിയൂടുകാട്ടിൽ നിന്ന് ദീപശിഖ കൊളുത്തി വയലാറിലേക്ക് കൊണ്ടുവന്നു. VS ആയിരുന്നത് ഉദ്ഘാടനിച്ചുകൊണ്ടിരുന്നു. VS-ന് സുഖമില്ലാ വന്ന അന്ന് മുതൽ ആ ദീപശിഖ കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചതും നിയോഗിച്ചതും സഖാവ് ജി സുധാകരൻ സാറിനെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആ സഖാവിന് അവഗണനയുണ്ടെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ നിയോഗിക്കുമോ, ഞങ്ങൾ തീരുമാനിച്ച് നടത്തുമോ? ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരു കാരണവശാലും ആ സഖാവിനെ ഏതെങ്കിലും രൂപത്തിലുള്ള അവഗണന ആ സഖാവിൻ്റെ എന്നോട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഇവരെല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തെ ഞങ്ങൾ സമയം കണ്ടെത്തി അദ്ദേഹം സഹകരിച്ചപ്പോൾ എല്ലാം പോകുന്നു. പിന്നെ സുഖമില്ലാതെ വരികയും ടെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് അദ്ദേഹം. അത് തന്നെയല്ല എന്തുമാത്രം പൊതുപരിപാടികളാണ് ഈ 5 വർഷം. ഇതുകൂടാതെ തന്നെ എത്ര പൊതുപരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കാത്ത പൊതുപരിപാടികളുണ്ടോ? എത്ര പരിപാടികളിലാണ് അദ്ദേഹം നമ്മുടെ ജില്ലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ പാർട്ടിയുടേതും പാർട്ടി അല്ലാത്തതും. കാരണം അദ്ദേഹം ഒരു പൊതുവെ അംഗീകാരം ഉള്ളവരാണ്. സാംസ്കാരിക രംഗത്തും മറ്റു മേഖലയിലൊക്കെ ഉള്ള എത്രയോ ലൈബ്രറികളുടെ പരിപാടികൾ, എന്തെല്ലാം പരിപാടികളും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഒരു അവഗണനയും, എന്തെങ്കിലും ഒരു അവഗണന ഉണ്ട്, എന്നോട് അവഗണന കാണിക്കുന്നു എന്നൊരു തോന്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യും. പറഞ്ഞിരുന്നില്ല. പാർട്ടി മെമ്പർഷിപ്പ് ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് വന്ന കാരണം അതിൻ്റെ പൂർത്തീകരണം ബ്രാഞ്ചിലത് നമ്മൾ പൂർത്തീകരിച്ച് ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ളത് ഇങ്ങനെ പെൻഡിങ്ങിലിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിച്ചാൽ മതി, എന്നെ ഘടകത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് ഒരു ഘടകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുവരെ ആലപ്പുഴ ജില്ലയുടെ കമ്മിറ്റിയുടെ കീഴിൽ ഇല്ലാത്തൊരു ഘടകം, അഭിഭാഷകരെല്ലാം കൂടെ ചേർത്തൊരു ഘടകം ഇവിടെ ഉണ്ടാക്കി ആ ഘടകത്തിനകത്ത് സഖാവ് ജി സുധാകരനെ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ സ്ക്രൂട്ടണി യോഗം കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു. ആ സ്ക്രൂട്ടണി യോഗത്തിൽ ആ സഖാവ് സുഖമില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിലും ആ ബ്രാഞ്ച് യോഗം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് ലവിയും പരിസംഖ്യയും മേടിച്ചത് പുതുക്കാനും തീരുമാനിച്ചു. പിന്നെ അതിനകത്ത് പക്ഷേ അവിടുത്തെ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടെന്ന് വെച്ചാൽ ഫാറം വീട്ടിൽ കൊടുത്തു, പൂരിപ്പിച്ചേർണമല്ലോ, അതും തരണം, ലവിയും തരണം. അപ്പോൾ അവരോട് പറഞ്ഞു, ശരി ഞാൻ DC കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതിനുശേഷം പിന്നെ ഞാൻ ചാനലിലൂടെയാണ് കാണുന്നത്. ഈ ചാനലിൻ്റെ വാർത്ത വരുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പുതുക്കുന്നില്ല വിവരം നമ്മളറിയുന്നത്. എങ്ങനെയാണ് വിവരം അറിഞ്ഞത് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ അതിന് ഫൈനലൈസ് ചെയ്യുന്നത് DC ആണല്ലോ. ജില്ലാ കമ്മിറ്റിയാണ് മെമ്പർഷിപ്പ് ഫൈനലൈസ് ചെയ്യുന്നത്, സ്ക്രൂട്ടണി. ആ ഫൈനലൈസ് ചെയ്യുന്ന ഘടകത്തിൽ ഞങ്ങൾ കടന്നിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയാണ് ബ്രാഞ്ച് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അംഗീകരിക്കണമെങ്കിൽ ലവിയും പരിസംഖ്യ അടയ്ക്കണം, ഫാറവും പൂരിപ്പിച്ചായിരുന്നു. അത് തന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇത് ഒഴിവാകുന്നു എന്നൊരു വിധത്തിലേക്ക് പറഞ്ഞു.